വെൽക്കം ടു 50 മിനിറ്റ്സ് ട്രാവൽ വീഡിയോ. അപ്പം ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം കാണിച്ചു തരുന്നത് ഒരു അൺബോക്സിംഗ് ആണ്. അതും നല്ലൊരു എമൗണ്ടിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സാധനം വാങ്ങിയിട്ടുണ്ട്. എന്താണെന്നല്ലേ, ആപ്പിൾ ഐപാഡ് പ്രോ. ഇത് ആപ്പിൾ ഐപാഡ് പ്രോ ആണ്, M1 ചിപ്പാണ് ഇതിൻ്റെത്. ഇത് എൻ്റെ കൈ പൊട്ടിയത് കണ്ടില്ലേ, അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല, ഇത് അൺബോക്സ് ചെയ്യാൻ കഴിയില്ല. കാരണം എൻ്റെ സിസ്റ്ററാണ് എനിക്കിത് അൺബോക്സ് ചെയ്ത് തരുന്നത്. ഞാൻ ഇതിൻ്റെ ഒരു ബിസ്മില്ല ഇത് തുറക്കുള്ളൂ, ബാക്കിയൊക്കെ എൻ്റെ സിസ്റ്ററാണ് ഒക്കെ ചെയ്ത് തരുന്നത്. ഒരു ആപ്പിളിൻ്റെ പെൻസിൽ സെക്കൻഡ് ജനറേഷൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെ കീബോർഡ് വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല. കീബോർഡ് അവിടെ വില കുറഞ്ഞ സാധനം ആയതുകൊണ്ട് ഇത് എവിടെ എന്താണെന്നുള്ളതൊക്കെ സാധനം വാങ്ങിയതെന്ന് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഞങ്ങളിത് ബർദുബായിൽ പോയിട്ട് ഡ്രീം സിറ്റി എന്ന ഷോപ്പിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. ഡ്രീം സിറ്റിയിൽ നല്ല വില കുറവാണ്. നമ്മളിപ്പോൾ ഇത് ഒരു 1 lakhിൻ്റെ സാധനമാണ് ശരിക്കും ഞാൻ ഇന്ത്യൻ റുപ്പിയിൽ നോക്കിയിരുന്നത്, ഇതിൻ്റെ കീബോർഡും ഈ പെൻസിലും ഈ കാര്യങ്ങളൊക്കെ. ബട്ട് എനിക്കിത് 71,000 രൂപയ്ക്കാണ് എനിക്കിത് കിട്ടിയിട്ടുള്ളത്. നല്ല വില കുറവിൽ ഇവിടുന്ന് ബർദുബായിൽ നിന്ന് ഡ്രീം സിറ്റിയിൽ നിന്ന് നമുക്ക് വാങ്ങാൻ പറ്റും. ഓക്കെ, അപ്പോൾ ലെറ്റ് അൺബോക്സ്. അപ്പോൾ ഇത് ഇവിടെയാണ് ഇത് പൊട്ടിക്കുന്നത്. ഐപാഡ് M1 ചിപ്പാണിത്. 256 GB 11 ഇഞ്ചാണ്. ഓക്കെ മൈ സിസ്റ്റർ. അപ്പം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒറ്റ കൈ കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഫൈനലി ഇത് എനിക്ക് കിട്ടി. 3rd ജനറേഷൻ 256 GB ഐപാഡ് പ്രോ 11 ഇഞ്ച് വൈഫൈ. ഇതിൻ്റെ സിസ്റ്റർ ഇനി അൺബോക്സ് ചെയ്ത് തരാണ്. എനിക്ക് ഫുള്ള് 2 കൈ കൊണ്ട് തുറക്കാൻ കഴിയാത്തതുകൊണ്ട്. ദെൻ ടേക്ക് ഐപാഡ് പ്രോ M1 ചിപ്പ്. എൻ്റെ സിസ്റ്ററിൻ്റെ നെയിം ഫാത്തിമ ഫെബിൻ ചൊലയിൽ. ഓക്കെ താങ്ക് യു. ദെൻ ദിസ് വൺ ഈസ് ബാക്ക് സൈഡ് ഒന്ന് കാണിച്ചു കൊടുത്താൽ സിൽവർ അല്ല, ഗ്രേ കളറാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് ഇതിൻ്റെ കണക്റ്റിംഗ് കീബോർഡൊക്കെ കണക്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഇത് കാണിക്കുന്നത്. 3 പോർട്സ്. പിന്നെ ഇത് 10 മെഗാപിക്സൽ 12 മെഗാപിക്സലാണ് ഒന്ന് കാണിക്കുന്നത്. ആ മൂന്നാമത്തെ ക്യാമറ LIDAR ആണ്, എന്തൊരു സെൻസറാണ്. ഓക്കെ, ദെൻ ടേക്ക് ഇതിൻ്റെ ഇത് എടുക്കുകയാണ്. ഇതിൽ യൂസർ മാനുവൽ ആയിരിക്കും എന്തായാലും, അപ്പോൾ അത് നമുക്ക് കാണേണ്ട ആവശ്യമില്ല യൂസർ മാനുവൽ. പിന്നൊരു ചാർജർ ഉണ്ട്. സാധാരണ ആപ്പിളിൻ്റെ ഇത് കൊടുക്കാറില്ല അവരൊന്നും ഫുള്ളായിട്ട്, അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 80 വാട്ട്സിൻ്റെ ഒരു കേബിളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊന്നും കാര്യമായിട്ടില്ല. പിന്നെ ആപ്പിൾ പെൻസിലാണുള്ളത്. ആപ്പിൾ പെൻസിൽ അൺബോക്സ് ചെയ്യാം നമുക്ക്. അങ്ങനെ ആപ്പിൾ പെൻസിൽ പൊട്ടിച്ചു. ബിസ്മില്ലാ. അവൾക്കൊരു പൂതി അത് ഒന്ന് അൺബോക്സ് ചെയ്യണമെന്ന്, അപ്പോൾ അത് അവളുടെ കൈക്കിൽ കൊടുത്തു. ഇത് ഡിസൈൻഡ് ബൈ ആപ്പിൾ കാലിഫോർണിയ. വാവ്, 2nd ജനറേഷൻ്റെ പെൻസിലാണിത്. വാവ്, അതിൻ്റെ ആപ്പിൾ പെൻസിലിൻ്റെ ലോഗോ കാണിച്ചു കൊടുത്താ. What is that logo? Yes. പെൻസിലിൻ്റെ ലോഗോ, വേറെ ഒന്നുമില്ല കാര്യമായിട്ട് അതിൽ. 6 ബോക്സിൽ അത് മാത്രമേ ഉള്ളൂ. പിന്നെ ആപ്പിൾ ഇതാക്കണ്. നമുക്കിത് ഫുള്ളായിട്ടൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്കിത് തുറക്കാം. ആപ്പിൾ ഓപ്പൺ ആയി. ഹലോ. ദെൻ ഇംഗ്ലീഷ്. What is
Where is our United Arab Emirates? Set up manually. Continue. ഇതിൽ ആപ്പിൾ ഐ ഡി ഉണ്ടാക്കണം. ഇനി എനിക്ക് ഓൾറെഡി ഒന്നുണ്ടായിരുന്നു, അത് ഇന്ത്യൻ നമ്പർ ആയതുകൊണ്ട് അതിലേക്കാണ് കോഡ് വരിക. അപ്പം ഇതൊക്കെ ഫുൾ സെറ്റാക്കി വെക്കട്ടെ. ഫൈനലി ഐപാഡ് റെഡിയായി, എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫാത്തിമ സെറ്റിംഗ്സ് സ്റ്റേജ്. ഓക്കെ, 50 minutes travel by ഫറദ്ല ഈസ് ഗോയിങ് ഓൺ ഹിയർ. അപ്പം നമുക്ക് ഇനി ഫുൾ എഡിറ്റിംഗ് ഇതിലായിരിക്കും എല്ലാ കാര്യങ്ങളും. അപ്പം ഇനി നല്ല കിഡ്ലൻ വീഡിയോ, ദുബായിൻ്റെ കിഡ്ലൻ വീഡിയോകളുമായിട്ട് ഞാൻ ഐപാഡിലൂടെ എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് മുന്നിൽ വരാം. ഇതിന് കാര്യമായിട്ടുള്ള പ്രത്യേകത പറയുന്നത് M1 ചിപ്പ് എന്നുള്ളൊരു പ്രത്യേകത ഉണ്ട്. ആപ്പിളിൻ്റെ M1 ചിപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ A15ഉം A14 ഒന്നുമല്ല. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറാണ്. പിന്നെ തേർഡോ ഫോർത്ത് ജനറേഷനാണ് ഇതിൻ്റെ ഇത് വരുന്നത്. പിന്നെ 256 GB 8 GB റാമാണ് വരുന്നത്. ഇതെല്ലാം ഫുൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ബാറ്ററി കുറവാണ്, ചാർജ് കുത്തിയേക്കണം. ഇനി ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ ഞാൻ ഇനി ഉപയോഗിച്ച് കഴിയുമ്പം എന്താണ് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഒരുപാട് എക്സ്പീരിയൻസ്, ഞാൻ ഒരുപാട് കാലം ആഗ്രഹിച്ച് വാങ്ങിച്ചതാണിത്. ഒരുപാട് കാലം ഇത് വാങ്ങണം എന്ന് വിചാരിച്ച് ഇനിയിപ്പം വാങ്ങി കിട്ടി. ഇനി ഇതിൻ്റെ ഒരുപാട് വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരണ്ട്. എൻ്റെ മുഖം കാണിക്കാൻ എനിക്ക് ഒരു കൈ കൊണ്ട് വയ്യ, പൊട്ടിയിരിക്കുകയാണ്. അപ്പം ഒരു കൈ കൊണ്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം കണ്ടറിഞ്ഞ് നിങ്ങളെല്ലാവരും സഹായിക്കുക. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇത് ഷെയർ ചെയ്യുക. ഇതിൻ്റെ പ്രത്യേകതകൾ അറിയണമെങ്കിൽ നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ അയച്ചു തരാം. ഓക്കെ, താങ്ക് യു. ദുബായ് സീരീസ്, ബൈ ബൈ.